കണ്ട പോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം എൻ്റെ ഒരു ഡേ ഞാനിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ ഈ വ്ളോഗിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് നഴ്സുമാരെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും എപ്പോഴും ഡ്യൂട്ടിയിൽ ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ സിക്ക് പേഷ്യൻസിൻ്റെ ഒരുപാട് ആൾക്കാരുടെ മിക്സഡ് ഭയങ്കര ഇമോഷണലും സാഡ്നെസ്സും അതുപോലെ രക്ഷപ്പെട്ടു പോകുന്ന പേഷ്യൻസിൻ്റെ ഹാപ്പിനെസ്സും എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരിക്കും കേട്ടോ നമ്മുടെ എപ്പോഴും ഡ്യൂറിങ് ഡ്യൂട്ടി. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ ഒട്ടും സിമ്പിളല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം മൊത്തത്തിൽ ഭയങ്കര ചിടിചിട ഒരു നേച്ചറും ആൻസൈറ്റിയും വല്ലാത്തൊരു ഇറിറ്റേഷനും ഒക്കെ ഫീൽ ചെയ്യും നമുക്ക്. ഫുഡ് അതുപോലെ ഉറക്കം എല്ലാത്തിൻ്റെ സമയവും ഒന്ന് മാറി വരുമ്പോഴത്തേനും വീണ്ടും നമുക്ക് പിന്നെ ഷിഫ്റ്റ് മാറി ഡേ ആവും. ആ ഒരു ഷിഫ്റ്റിൻ്റെ റൊട്ടീനിലോട് നമ്മളൊന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കും വീണ്ടും ഡ്യൂട്ടി മാറി നൈറ്റ് ആവും. അപ്പം നമ്മളെപ്പോഴും നമ്മളെ മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനും പേഴ്സണൽ ഹൈജീനിക്കിനും അതുപോലെ സ്കിൻ കെയർ എയർ കെയറിനും എല്ലാത്തിനും കൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 24 മണിക്കൂറിലെ ദിവസത്തിൽ ഒരൊറ്റ മണിക്കൂറില്ലെങ്കിൽ പിന്നെ ലൈഫിന് എന്താല്ലേ വാല്യൂ. പക്ഷെ അത് നിർബന്ധമായിട്ടും ചെയ്യണം. എത്ര ടയേർഡായെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. പിന്നെ ഡ്യൂട്ടിയിലുള്ള കാര്യങ്ങൾ ഡ്യൂട്ടി തന്നെ വിട്ടിട്ട് വരാം. അതിപ്പോൾ നേഴ്സല്ല, ഏത് വർക്കറാണെങ്കിലും, ഏത് ഓഫീസ് വർക്കർ, IT കമ്പനി എന്തോ ആയിക്കോട്ടെ, ഡ്യൂട്ടിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും അവിടത്തോടെ അവിടെ വിടുക. വീട്ടിലോട്ട് വരുമ്പം നമ്മൾ വേറൊരു മൈൻഡിൽ വരാം. ഞാനങ്ങനെ ചെയ്യാറ്. ഹോസ്പിറ്റലിൽ നടന്ന എന്ത് പ്രശ്നങ്ങളും പണ്ടൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് ആദ്യമായിട്ട് കയറിയ സമയത്തൊക്കെ ഏതെങ്കിലും, കാരണം ഫസ്റ്റ് ടൈമാണല്ലോ കാണുന്നത്, ഏതെങ്കിലും പേഷ്യൻസിൻ്റെ ഒക്കെ ഭയങ്കര സിക്ക് കണ്ടീഷൻ കാണുമ്പോൾ ഞാൻ വല്ലാണ്ടത് ഇങ്ങനെ റിപ്പീറ്റ് മനസ്സിലാലേക്കും. വല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ആവും. നമ്മുടെ ആരോ അല്ലെങ്കിലും അവരുടെയൊക്കെ ഫാമിലീസിൻ്റെ പ്രാർത്ഥനയും സങ്കടങ്ങളും എല്ലാം കാണുമ്പം വല്ലാത്തൊരു ഫീലിങ്സാണത്. അതൊക്കെ ഇങ്ങനെ മനസ്സ് കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയില്ല, നമ്മുടെ പ്രൊഫഷണൽ എന്താ, നമ്മൾ ഇതെല്ലാം ഇതുപോലും പല ഘട്ടങ്ങളും നമ്മൾ കാണേണ്ടി വരും. പക്ഷേങ്കിൽ അതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഫുൾ 100% അതിനകത്ത് കൊടുക്കാമെന്നല്ലാതെ അതെല്ലാ വിഷമങ്ങളും മനസ്സിലെടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാവും എനിക്ക് തന്നെ പിന്നെ തോന്നി. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ്. ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ വിട്ടിട്ട് വരും. ഡ്യൂറിങ് ഡ്യൂട്ടി ഞാൻ ഫുൾ ഓഫ് മൈൻഡ് ഡ്യൂട്ടിയിലായിരിക്കും. ഞാനപ്പോൾ വേറൊരു കാര്യങ്ങളും അവിടുന്ന് ചിന്തിക്കാറില്ല. പക്ഷേ അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടിയിലൊരു കാര്യങ്ങൾ ഇവിടെയും കൊണ്ടുവരാറില്ല. ഇവിടെ ഞാൻ എൻ്റെതായ ഒരു സമയമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒന്ന് കുളിച്ച് പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ സാവധാനം ഇരുന്ന് നല്ല പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ചില സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ടിഫിൻ എഴുന്നേറ്റാൽ കഴിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുമ്പോണ്ടല്ലോ ഞാനത് ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഈ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയ പിന്നെ ഹോസ്പിറ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കഴിക്കത്തില്ല. മാക്സിമം വെള്ളം കുടിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരുന്നത് ഒരു 9 മണിക്കാണ് ഹോസ്പിറ്റലിൽ എടുക്കുന്നത്. 9:30 ആകുമ്പോഴത്തേനും റൂമിലെത്തും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഒക്കെ വീക്കിലി ഞാൻ ഉണ്ടാക്കി എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പണിയില്ല കേട്ടോ, എന്താ ഉണ്ടാക്കേണ്ടതെന്ന് കാലേക്കൻ. അങ്ങനെ ഏതായാലും ഇന്നെൻ്റെ മെനുവിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ, 2 ബ്രൗൺ ബ്രെഡും അതിനകത്ത് ഇച്ചിരി പീനട്ട് ബട്ടർ 1-2 ടീസ്പൂൺ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സാൻഡ്വിച്ച് മേക്കറിൽ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കും. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്നെന്തോ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ അറിയത്തില്ല, വല്ലാത്തൊരു പ്രൊഡക്റ്റീവ് അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ടാണെന്ന് അറിയില്ല. എനിക്ക് ദാലും ചോറും ഉണ്ടാക്കി കഴിക്കാൻ വല്ലാത്തൊരു കൊതിയായിരുന്നു. രാത്രി തൊട്ടേ ഉണ്ടായിരുന്നു. എനിക്ക് മൂടുണ്ടെങ്കിലും ഒട്ടൊന്നും ഉറക്കം വന്നിട്ടില്ലെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ ഒന്ന് ആക്റ്റീവ് ആയല്ലോ, എൻ്റെ ഉറക്കമൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ദാലൊക്കെ ഉണ്ടാക്കി ദാലും ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങാം. എന്നൊക്കെ വേണം കഴിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് അത് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ദാലെന്ന് പറയുന്നത് ഞാൻ കഴിക്കാത്ത സാധനം കേട്ടോ. എന്നും എന്ന് പറയുന്ന പോലെ എൻ്റെ ക്യാൻറ്റീനിലുണ്ടാകുന്ന സംഭവമാണ്. ഈ നോർത്ത് ഇന്ത്യയിലെ മെയിൻ ഫുഡ് ഐറ്റമാണ് ഈ ദാലെന്ന് പറയുന്നത്. എല്ലാ വീടുകളിലും ലഞ്ചിനുണ്ടാക്കുന്ന ഒരു മെയിൻ സാധനം തന്നെ നമ്മൾ പറയാം. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ സാധാരണ നാട്ടിൽ പരിപ്പ് കറി. ഇവിടെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക. അങ്ങനെ കഴിച്ച് ഇഷ്ടമല്ലാതാവുന്ന പോലെ തന്നെ എനിക്ക് കഴിക്കേണ്ടി വന്ന് ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ഈ ദാലെന്ന് പറയുന്നത്. കാരണം ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ മിക്ക സമയത്തും ദാലായിരിക്കും. ചില കറികളൊന്നും ഇവിടുത്തെ ടേസ്റ്റ് ആകുമ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ദാല് കൂട്ടി കഴിക്കാനേ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് ദാലും അച്ചാറൊക്കെ കുഴച്ചിങ്ങനെ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അരിയൊക്കെ കഴുകി വെച്ചു, ദാലൊക്കെ ജസ്റ്റ് കഴുകിയൊക്കെ വെച്ചു, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
നാട്ടിലൊക്കെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മീൻ വറുത്ത് കഴിക്കത്തില്ലേ? അപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊന്നും അങ്ങനെ ഫ്രഷ് മീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നൊരു സംഭവം കേട്ടോ ഈ വഴുതനങ്ങയുടെ ഫ്രൈ. കൂടത്തിൽ ഞാൻ എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ട് ഒരു കുഞ്ഞ് കപ്പിനകത്ത് കേട്ടോ ചോറുണ്ടാക്കുന്നത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് എഴുതി കൊടുത്താൽ ഒരുപാട് ഫുഡ് വരും, കറിയൊക്കെ വേസ്റ്റ് ആവും. അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഇന്ന് എനിക്ക് ദാലും വഴുതനങ്ങ ഫ്രൈയും കഴിക്കാൻ ഉണ്ടാക്കുന്നതുകൊണ്ടും ചോറും കൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ചോറാട്ടോ വേവിക്കുന്നത്. ആ ടൈമിൽ ഞാൻ കുറച്ച് സമയം ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ പുറത്ത് വെയിൽ വന്നപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നടന്നു. കാരണം ഞാൻ ഈ സമയം ഒട്ടും കാണത്തില്ല നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത്. രാവിലെ 9:30 വന്ന ഉടനെ കിടന്നുറങ്ങി പിന്നെ രാത്രി 7 മണിക്ക് എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ പറ്റിയ സമയം ഞാനിങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നടന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിങ്ങനെ നടക്കും. ഇവിടെ പ്രത്യേകിച്ചൊരു സുഖം നടക്കാൻ, കാരണം ഞാൻ ഒറ്റയ്ക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവത്തുള്ളൂ. കാരണം വർക്കിംഗ് ഡേ ആണല്ലോ, വീക്കെൻഡിൽ മാത്രമാണ് ഇവിടെ എല്ലാ ഫ്ലാറ്റുകാരൊക്കെ താഴെ നടക്കാൻ വരിക. കാരണം എല്ലാവരും ഓഫീസ് വർക്കേഴ്സ് ടീച്ചേഴ്സൊക്കെ ആയതുകൊണ്ട് അവരുടെ വർക്കിംഗ് ഡേ ആണ് ബാക്കിയുള്ള ദിവസം. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഡേയിൽ ഫ്രീ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ചുമ്മാ നടക്കാനും അവിടെ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ട് വന്നപ്പോഴത്തേനും ഇതാ 11:15 ആവാറായി സമയം. ഇനി സുഖനിദ്ര ശുഭനിദ്രയിലോട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഈ മുടി എപ്പോഴും കെട്ടി വെക്കാൻ വേണ്ടി മാത്രം വിരിച്ച് ഈ മുടി ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നൊരു മസാജ് ചെയ്യും ഉറങ്ങുന്നതിന് മുന്നേ റിലാക്സേഷന് വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം നിർബന്ധമാട്ടോ എനിക്ക്. അപ്പം ഞാൻ അതിന് വേണ്ടി ഡേറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതാ കഴിക്കാറ്. അങ്ങനെ ഒരു ഡേറ്റ്സും കഴിച്ച് പിന്നെ അലക്സയിൽ പാട്ടൊക്കെ അങ്ങ് ഇട്ട് നല്ല മൂഡ് ഓൺ വൈബായി. കാരണം ഇനി ഡ്യൂട്ടിക്ക് പോകണമല്ലോ. യൂണിഫോമൊക്കെ റെഡിയാക്കി ഫ്രഷായിട്ട് വരാം കേട്ടോ. ഞാൻ ജസ്റ്റ് മേലുക മാത്രമേ കഴുകാറുള്ളൂ. മുടി ഞാൻ എന്നും നനയ്ക്കാറില്ല കേട്ടോ. കാരണം ഇവിടുത്തെ ക്ലോറിൻ വെള്ളം കൂടി ആയതുകൊണ്ട് 2-3 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ടാട്ടോ ഞാൻ എയർ വാഷ് ചെയ്യാറ്. അല്ലെങ്കിൽ മുടി മൊത്തവും പോയി നല്ല മുട്ടയാവും മുട്ട. അങ്ങനെ ഇതാ പെട്ടെന്ന് ഞാൻ യൂണിഫോമൊക്കെ റെഡിയായി നന്നായിട്ട് എയറൊക്കെ കോംബ് ചെയ്ത് പിന്നെ എൻ്റെ സ്കിൻ കെയറിലോട്ട് കടന്ന്. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് സിറം ഒരു മോയ്സ്ചറൈസറും മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ ബോഡി മിസ്റ്റും കൂടെ. സമയം 7:30 ആയി. നമ്മുടെ വണ്ടി റെഡിയാണ് ഡ്യൂട്ടിക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.